മോനെ, മീര കൊച്ചിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല ആന്റി. ഫോണിലും കിട്ടുന്നില്ലല്ലേ? ചിലപ്പോൾ റിങ് ചെയ്യും, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്. സത്യത്തിൽ ഇപ്പൊ ചെറിയ ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, മുരളിയോടെ? ഒരു അത്യാവശ്യം ഓട്ടം വന്നു, രാവിലെ തന്നെ പോയേക്കുവാ. മുരളി വന്നിട്ട് മുരളിയും കുട്ടിയൊന്ന് സിറ്റിയിലൊക്കെ പോയി അന്വേഷിച്ചാലെന്ന് ആലോചിക്കായിരുന്നു. ഇനിയിപ്പോ ഒന്ന് അന്വേഷിക്കാതിരുന്നാൽ എങ്ങനെയാ? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താലോ? ഏയ്, അതൊന്നും ശരിയാവില്ല ആന്റി. മുരളിയേട്ട് വരുന്നുണ്ട്. എടാ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. എന്താടാ? അപ്പൊ മീര കൊണ്ടുപോയി നിങ്ങളുടെ കാറ് ആ നെഹ്റു പാർക്കിന്റെ അടുത്ത് കിടപ്പുണ്ടല്ലോ. എടാ, നീ കണ്ടോ അവളവിടെ? ഞാൻ അവിടെയൊക്കെ നോക്കി, പക്ഷെ മീര അവിടെ കണ്ടില്ല. ഇന്നലെ വൈകിട്ട് മുതൽ ആ കാർ അവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായത്. ആ ഭാഗത്ത് എവിടെയെങ്കിലും മീരയ്ക്ക് കൂട്ടുകാരെങ്കിലും ഉണ്ടോ? അല്ല, വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് ഫ്രണ്ട്സിന്റെ എവിടെയെങ്കിലും സ്റ്റേ ആണെങ്കിലോ? ഏയ്, അതിന്റെ അടുത്ത് കൂട്ടുകാരുള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അയ്യോ, അതിന്റെ കുറച്ച് മാറിയ റെയിൽവേ പാളം പോകുന്നത്. എന്റെ ഈശ്വര, ഇനി അങ്ങനെ വലുതും. അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. റെയിൽവേ പാളം. നന്ദൻ എന്തായാലും വീട്ടിലൊന്ന് വിളിക്ക്. സൂചന കിട്ടിയിട്ടുണ്ടെന്ന് അവരെ അറിയിക്കേ. അതൊന്നും വേണ്ട, നമുക്ക് അവിടെ പോയെന്ന് അന്വേഷിക്കാം. എടാ, നീ ഓട്ടം കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, ഞാൻ പൊയ്ക്കോളാം. എടാ, അതൊന്നും സാരമില്ല. ഏതെങ്കിലും ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ തന്നെ കാണും. എന്താ, നീ വാ. അമ്മേ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് വരാം ആന്റി. മോളെ, അച്ഛനൊന്ന് കോഫി തന്നില്ല. അയ്യോ, മറന്നല്ലോ. ഇപ്പൊ എടുക്കച്ച. നിൽക്ക്. മോളെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛാ, ഇത്രയും നേരമായിട്ടും മീരെ കുറിച്ച് ഒരു അറിവുമില്ല. ഇനിയും വൈകാതെ പോലീസിൽ അറിയിക്കുന്നല്ലേ നല്ലത്? പോലീസിൽ അറിയിക്കാം. ഞാൻ വിളിച്ചു പറഞ്ഞ അവരുടനെ തന്നെ അന്വേഷണവും തുടങ്ങും. പക്ഷേ അതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാ, മീര ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിലാണെന്നിരിക്കട്ടെ, ഒരു പോലീസ് അന്വേഷണം മീരയ്ക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. എന്തിനാണ് പോലീസിൽ അറിയിച്ചെന്നൊക്കെ മീര നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഇല്ല. പിന്നെ പോലീസ് അന്വേഷണം വന്ന ബലരാമൻ കാര്യങ്ങൾ ഉടൻ അറിയും. മീര യഥാർത്ഥത്തിൽ ഒരു അപകടത്തിലാണെങ്കിൽ ബലരാമൻ അറിഞ്ഞാലും പ്രശ്നമില്ല. മീരയാണ് അതിൽ പ്രധാനം. അതാണെങ്കിൽ നമ്മൾ ബലരാമനോടും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും.